തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ടി.എൻ. പ്രതാപന്റെ പേരിൽ യു.ഡി.എഫ് ചുവരെഴുത്ത്. പ്രതാപനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വെങ്കിടങ്ക സെന്ററിലാണ് ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. ചുവരെഴുത്ത് വ്യാപകമായതോടെ എം.പി. ഇടപെട്ട് ചുവരെഴുത്ത് മായ്ച്ചു. കഴിഞ്ഞ ഏതാനും ആഴ്ച മുമ്പാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വേണ്ടി ചുവരെഴുത്തുകൾ തുടങ്ങിയത്. മാത്രവുമല്ല, ബി.ജെ.പി. വൻതോതിൽ പ്രചരണവും ശക്തമാക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് ചുവരെഴുത്തുകൾ തുടങ്ങിയത്. മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് ചുവരെഴുത്ത്. എന്നാൽ ഇത് വ്യാപകമായതോടെ ചുവരെഴുത്തുകൾ മായ്ക്കാൻ ടി.എൻ. പ്രതാപൻ നിർദ്ദേശിച്ചു. കോൺഗ്രസ് വരും, ഇന്ത്യ നിലനിൽക്കും എന്ന ടൈറ്റിൽ ഏകദേശം 200 പരം ചുമരുകൾ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഏതാനും സ്ഥലങ്ങളിൽ പ്രവർത്തകന്മാർ പേര് വെച്ചിട്ട് എൻ്റെ പേര് വെച്ചെഴുതി. അത് ഞാനോട് നിർബന്ധമായും മായ്ച്ചു കളയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല. കോൺഗ്രസിൻ്റെ സ്ഥാനം തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ബി.ജെ.പി. പ്രചാരണം ശക്തമാവുന്നതോടെ കോൺഗ്രസും വരുന്ന നാളുകളിൽ കൂടുതൽ സജീവമായി രംഗത്തെത്തുമെന്നാണ് സൂചന. റിപ്പോർട്ടർ, തൃശൂർ.